ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഇന്നത്തെ 2 വായനകളും ദൈവപരിപാലനയെയും ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള അളവില്ലാത്ത സ്നേഹത്തെയും എടുത്തു കാട്ടുന്നു. ഒരിക്കൽ ഒരു വ്യക്തി തൻ്റെ യാത്രയുടെ മധ്യത്തിൽ ഒരു തത്തമ്മയെ കളഞ്ഞു കിട്ടാനിടയായി. ഒരു തത്തക്കുഞ്ഞിനെ, ചോരയിൽ മുഴുകിയിരുന്ന ആ തത്തക്കുഞ്ഞിനെ അദ്ദേഹം വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ തത്തക്കുഞ്ഞിന് ആവശ്യമായ എല്ലാ പരിപാലനയും അദ്ദേഹം നൽകുന്നു. അതിന് പ്യാർ എന്ന പേര് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എപ്പോഴെല്ലാം പ്യാർ എന്ന് വിളിക്കുന്നുവോ ആ തത്ത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. പറന്ന് ശക്തിയോടുകൂടി പറന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഒരിക്കൽ ഒരു രാവിലെ ഏതാനും തത്തകൾ ആകാശത്തു കൂടെ പറന്നു പോകുന്നത് ആ തത്തക്കുഞ്ഞ് കാണുന്നുണ്ട്. എന്നാൽ യജമാനൻ ഇതെല്ലാം പുറകിൽ നിന്ന് കണ്ടുകൊണ്ട് ആ തത്തക്കുഞ്ഞിനെ പ്യാർ എന്ന് വിളിക്കുന്നു. ആകാശത്തേക്കും തൻ്റെ യജമാനനെയും നോക്കിക്കൊണ്ട് ആ തത്തക്കുഞ്ഞ് തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് പറന്നെത്തുകയും യജമാനൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ ചുംബനം നൽകുകയും ചെയ്യുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ആദ്യ വായനയിലൂടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നുണ്ട് സിയോൻ ജനത്തോട്, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഇസ്രയേൽ ജനമായ നാം ഓരോരുത്തരോടും ഈശോ ഇതെല്ലാം തന്നെയാണ് പറയുന്നത്. ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടാകുമെന്ന്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എനിക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നിയെന്ന്. തൻ്റെ ശിഷ്യഗണത്തോട് പറയുന്നുണ്ട്, വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്ന്. വിളവെന്ത്? അത് ഒന്നുമല്ല, സ്വർഗരാജ്യം തന്നെ. വേലക്കാരോ അതിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന നാം ഓരോരുത്തരും. ഈശോ നമ്മെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുവിനെന്ന്. എന്തിന്? ആ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ വേലക്കാരായ നാം, സ്വർഗരാജ്യത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന നാം തയ്യാറാണോ? നാം നമ്മെ തന്നെ തയ്യാറാക്കുന്നുണ്ടോ? ഒരു വലിയ ചോദ്യമാണ്. ദൈവകരുണ എന്തെന്ന്? അത് മഹത്തായ ദാനമാണ്. അത് നമുക്ക് അവിടുന്ന് ദാനമായി നൽകുന്നു. അത് നമ്മിൽ മാത്രം സൂക്ഷിക്കാനുള്ളതല്ല, മറിച്ച് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനുള്ളതാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കരുതലിൻ്റെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നാഥാ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പാത്രങ്ങളായി തീരാൻ ഞങ്ങൾക്ക് ശക്തി നൽകണേ എന്ന്. ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.